നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഇരിങ്ങാലക്കുടയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്ത സഹപാഠിക്ക് കുത്തേറ്റു. പ്രതികളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മുളകുന്നത്തുകാവ് കൗൺസിലയിൽ വീട് കുത്തി തുറന്ന് 5 ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ കവർന്നു. കയ്പമംഗലം കുപ്രാക്കളത്ത് പ്രവാസിയുടെ അടച്ചിട്ട വീടിന്റെ വാതിൽ കുത്തി തുറന്ന മോഷണ ശ്രമം. തൃശൂർ IMA ബ്ലഡ് ബാങ്കിൽ ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന സത്യഗ്രഹ സമരം തുടരുന്നു. സമരം ഒത്തുതീർപ്പാക്കാൻ ജീവനക്കാരുമായി നാളെ വീണ്ടും ചർച്ച. ഭൂമിയിലെ ദേവസംഗമം എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം ഇന്ന്. ദേവമേളയ്ക്കായി 23 ദേവീദേവന്മാർ ആറാട്ടുപുഴയിലെത്തും. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി പാലക്കാട് കൂനന്തറ തീയന്നൂമനയിൽ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. 37-കാരനായ ഇദ്ദേഹം ആദ്യമായാണ് ഗുരുവായൂരിൽ മേൽശാന്തിയാകുന്നത്. വിശദമായ വാർത്തയിലേക്ക്. ഇരിങ്ങാലക്കുടയിൽ പട്ടാപ്പകൽ നാട്ടുകാർ നോക്കി നിൽക്കെ വിദ്യാർത്ഥിയെ 2-അംഗ സംഘം കുത്തി പരിക്കേൽപ്പിച്ചു. ജ്യോതിസ് കോളേജ് വിദ്യാർത്ഥി ചേലൂർ സ്വദേശി ടെൽസനാണ് കുത്തേറ്റത്. കാറളം സ്വദേശി സാഹിർ, ആലുവ സ്വദേശി രാഹുൽ എന്നിവരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. സഹപാഠിയായ വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പ്രകോപിതനായ സാഹിർ കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് ഡെൽസനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ബൈക്കുമായി പോയ പ്രതികൾ മറ്റൊരു വാഹനവുമായി അപകടത്തിൽപ്പെട്ടു. പരിക്കേറ്റ ഡെൽസനെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുളകുന്നത്തുകാവ് കോഞ്ചിറയിൽ വീട് കുത്തി തുറന്ന് 5 ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ കവർന്നു. പള്ളിയിൽ സുരേഷ് കുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മകളുടെ പഠനാവശ്യവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പോയ വീട്ടുകാർ ഇന്നലെ രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. ACP VK രാജു, മെഡിക്കൽ കോളേജ് SHO PP ജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കയ്പമംഗലം കൊപ്രാക്കളത്ത് പ്രവാസിയുടെ അടച്ചിട്ട വീടിന്റെ വാതിൽ കുത്തി തുറന്ന മോഷണ ശ്രമം. കൊപ്രാക്കളം പടിഞ്ഞാറ പുതിയ വീട്ടിൽ ഹുസൈന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. 3 വർഷമായി വീട്ടിൽ ആൾതാമസമില്ല. ഇന്നലെ രാത്രി ഹുസൈന്റെ ബന്ധു വീട്ടിൽ നിന്ന് ലൈറ്റ് ഇട്ട് പോയിരുന്നു. ഇന്ന് രാവിലെ 6:30യോടെ ലൈറ്റ് ഓഫ് ചെയ്യാനെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടത്. മുറിക്കകത്തെ അലമാരകളിലെ സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലാണ്. വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വീടിനകത്തുണ്ടായിരുന്നില്ല. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കാട്ടകാമ്പാലിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വീടിന് മുകളിൽ ഉണക്കി ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന അടയ്ക്ക മോഷണം പോയി. കാട്ടകാമ്പാൽ പുലിക്കോട്ടിൽ സക്രിയയുടെ ഏകദേശം 60,000 രൂപ വിലമതിക്കുന്ന അടയ്ക്കയാണ് മോഷണം പോയത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ടെറസിലേക്ക് വീടിന് മുൻവശത്തുള്ള കോണി വഴിയും സമീപത്തെ വീടിന്റെ മുകൾ വശത്തു നിന്നും കയറാൻ സാധിക്കും. കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തൃശൂർ IMA ബ്ലഡ് ബാങ്ക് ഭരണസമിതിയുടെ അഴിമതി ഭരണത്തിനെതിരെയും ജീവനക്കാരോടുള്ള ഭരണസമിതിയുടെ നിഷേധാത്മക നിലപാടിനെതിരെയും ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന റിലേ സത്യഗ്രഹ സമരം 12ാം ദിവസത്തിലേക്ക് കടന്നു. കഴിഞ്ഞ ശനിയാഴ്ച ജില്ലാ പഞ്ചായത്തിൽ ഇത് സംബന്ധിച്ച ചർച്ച നടന്നെങ്കിലും തീരുമാനമുണ്ടാകാത്തതിനാൽ ജീവനക്കാർ സമരം തുടരുകയാണ്. നാളെ വീണ്ടും ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ IMA മാനേജ്മെന്റ് പ്രതിനിധികളും യൂണിയൻ നേതാക്കളും സമരസമിതി അംഗങ്ങളും പങ്കെടുക്കും. ഭൂമിയിലെ ദേവസംഗമം എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം ഇന്ന് വൈകിട്ട് 6-ന് 15 ഗജവീരന്മാരുടെ അകമ്പടിയിൽ ശാസ്താവിനെ എഴുന്നള്ളിക്കും. പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന പഞ്ചാരിമേളം അകമ്പടിയാകും. തുടർന്ന് മറ്റു പൂരങ്ങൾ ആരംഭിക്കും. ക്ഷേത്രമുറ്റത്തും പാടത്തുമായി വിവിധ ദേവീദേവന്മാരുടെ പൂരം നടക്കും. അർദ്ധരാത്രിയിൽ മന്ദാരം കടവിൽ ആറാട്ട് തുടങ്ങും. പിഷാരിക്കൽ ഭഗവതിയുടെ ആറാട്ടാണ് ആദ്യം. പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പിന് തൃപ്രയാർ തേവർ നെടുനായകത്വം വഹിക്കും. ഇടത് ഊരകമമ്മ തിരുവടിയെയും ചാത്തക്കുടം ശാസ്താവിനെയും വലത്ത് ചേർപ്പ് ഭഗവതിയെയും എഴുന്നള്ളിക്കും. അകമ്പടിയായി ഇരുഭാഗത്തും ഗജവീരന്മാർ അണിനിരക്കും. പാണ്ടിമേളത്തോടെയാണ് എഴുന്നള്ളിപ്പ്. ദേവമേളയ്ക്കായി 23 ദേവീദേവന്മാർ ആറാട്ടുപുഴയിൽ എത്തും. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവരുടെ രാജകീയ എഴുന്നള്ളത്ത് ഇന്ന്. ഉഷപൂജയ്ക്ക് ശേഷം പുത്തൻകുളത്തിൽ ആറാടിയ തേവർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കി. വൈകിട്ട് നേമ്പവെടിയും അത്താഴ പൂജയും അത്താഴ ശീവേലിയും കഴിഞ്ഞാണ് തൃപ്രയാർ തേവർ ആറാട്ടുപുഴ പൂരത്തിനായി പുറപ്പെടുക. ഇടവിട്ടുള്ള ശംഖനാദം ഇരുകരകളിലുമായി ഉയരുമ്പോൾ തേവർ സ്വർണ്ണക്കോലത്തിൽ സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടക്കും. പട്ടുകുട ചൂടി എഴുന്നള്ളുന്ന തേവരെ കിഴക്കേക്കരയിൽ ഭക്തജനങ്ങൾ രാമമന്ത്രങ്ങൾ ഉരുവിട്ടാണ് വരവേൽക്കുക.
കിഴക്കേ നടയിലെ മണ്ഡപത്തിൽ ഇറക്കി പൂജയ്ക്ക് ശേഷം തേവരുടെ സ്വർണ്ണക്കോലം രവിപുരം ഗോവിന്ദൻ വഹിക്കും. ഇതോടെ തേവർക്ക് സായുധ പോലീസ് സംഘം ഗാർഡ് ഓഫ് ഓണർ നൽകും. തുടർന്ന് തീവട്ടി പ്രഭയുടെ വെളിച്ചത്തിൽ മംഗളവാദ്യത്തിന്റെ അകമ്പടിയോടെ തേവരുടെ രാജകീയ എഴുന്നള്ളത്തിന് തുടക്കമാകും. തേവർക്ക് മുൻപിലും പിൻപിലുമായി ആയിരങ്ങൾ ആറാട്ടുപുഴയിലേക്കുള്ള യാത്രയിൽ പങ്കാളികളാകും. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായ പാലക്കാട് കൂനന്തറ തീയന്നൂർ മനയിൽ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. 37-കാരനായ ഇദ്ദേഹം ആദ്യമായാണ് ഗുരുവായൂർ മേൽശാന്തിയാകുന്നത്. ഇത്തവണ 39 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 38 പേരെ ദേവസ്വം കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു. 36 പേർ കൂടിക്കാഴ്ചയിൽ ഹാജരായി. യോഗ്യരായ 33 പേരുകൾ എഴുതി വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് നിലവിലെ മേൽശാന്തി തെക്കേപ്പാട്ട് ജയപ്രകാശൻ നമ്പൂതിരി നറുക്കെടുത്തു. ഉച്ചപൂജയ്ക്ക് ശേഷം നമസ്കാര മണ്ഡപത്തിലായിരുന്നു നറുക്കെടുപ്പ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇല്ലത്തേക്ക് മടങ്ങിയതിനാൽ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി നറുക്കെടുപ്പ് സമയത്ത് ക്ഷേത്രത്തിലുണ്ടായിരുന്നില്ല. മേൽശാന്തിയായ വിവരം അറിഞ്ഞ് ഇല്ലത്തുനിന്ന് മടങ്ങി വരികയായിരുന്നു. നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജന ഇരുന്ന ശേഷം 31 രാത്രി ചുമതലയേൽക്കും. ക്ഷേത്രത്തിൽ താമസിച്ച് പുറപ്പെടാശാന്തിയായി പൂജകൾ നിർവഹിക്കും. ഏപ്രിൽ 1 മുതൽ 6 മാസമാണ് കാലാവധി. കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ ക്ലാർക്കാണ്. തൃശൂർ, എറണാകുളം ജില്ലകളെ കുഴൂർ പഞ്ചായത്തിൽ നിന്ന് ബന്ധിപ്പിക്കുന്ന കുണ്ടൂർ കുത്തിയത്തോട് പാലത്തിന് ഫണ്ട് വകയിരുത്തിയിട്ടും സ്ഥലം ഏറ്റെടുക്കൽ എങ്ങും എത്തിയില്ല. 2017-18 വർഷത്തിൽ സംസ്ഥാന ബജറ്റിൽ 25 കോടി നീക്കിവെച്ചുവെങ്കിലും യാതൊരു നടപടിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പദ്ധതിക്ക് ആവശ്യമായ എസ്റ്റിമേറ്റ് പ്രകാരം കിഫ്ബി 14.77 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. ഈ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചെങ്കിലും സ്ഥലം ഏറ്റെടുക്കാനുള്ള സർവേ നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. തടസ്സങ്ങളും തർക്കങ്ങളും നിലനിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കുത്തിയത്തോട് പ്രദേശത്താണ്. സ്ഥലം സർവേ നടത്തുന്നതിനായി പുഴയോരത്ത് പൊതുമരാമത്ത് തൂണുകൾ ഇറക്കിയിട്ടുണ്ട്. സാധ്യതാ പഠനങ്ങൾ പൂർത്തിയായെങ്കിലും സ്ഥലം അളക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ കുത്തിയത്തോട് പ്രദേശത്തുകാർ അനുവദിക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് 8 വീടുകൾ എടുക്കേണ്ടി വരുമായിരുന്നു. പിന്നീട് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചുവെങ്കിലും 3 വീടുകൾ നീക്കേണ്ടി വരുമെന്ന നിലയിലാണ്. കുത്തിയത്തോട് പാലം കടന്നെത്തുന്ന ഏറ്റെടുക്കേണ്ട സ്ഥലത്തിൽ കൂടുതൽ പുറമ്പോക്ക് ഭാഗമാണ്. ഈ സ്ഥലത്തെ വീടുകൾ പൊളിച്ചു നീക്കുമ്പോൾ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാലാണ് തർക്കവും എതിർപ്പും നിലനിൽക്കുന്നതെന്നാണ് അറിയുന്നത്. 2019-18 കല്ല് കൊണ്ടുവന്നിട്ടാണ് സർവേക്ക്. അതിക്ക് ഉപ്പാടാണ് അവിടെ കുഴിച്ച് എറണാകുളത്ത് നിന്ന് വന്ന് കുഴിച്ച് കല്ല് ഉരുളങ്കല്ല് എടുത്തത്. പിന്നെ ഇവിടെ വന്ന് ഇവിടുന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന് ഉദ്ഘാടനം മുതൽ ചെയ്ത്. അപ്പോൾ ആ പാലത്തിനായിട്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ എത്ര കൊല്ലമായി പാലം വന്ന് പറഞ്ഞിരിക്കുന്നു. പാലം ഇല്ല, ഒന്നുമില്ല. മന്ത്രി പി രാജീവുമായി ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ്. പലതവണ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പട്ടയമില്ലാത്ത സ്ഥലമായതിനാൽ കുത്തിയത്തോട് ഭാഗത്തുള്ളവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചുവെങ്കിലും പുനരധിവാസം ഉറപ്പാക്കാനാണ് സാധ്യതയുള്ളത്. കുത്തിയത്തോട് പ്രദേശത്തുള്ളവർക്ക് ഈ പാലം പ്രയോജനപ്പെടില്ലെന്ന വാദവും അവർ ഉന്നയിക്കുന്നുണ്ട്. കുഴൂർ പഞ്ചായത്തുകാർക്ക് വേഗത്തിൽ എറണാകുളം ഭാഗത്തേക്ക് പോകാൻ പാലം പ്രയോജനപ്പെടും. ബജറ്റിൽ നേരത്തെ തുക വകയിരുത്തുകയും ഭരണാനുമതി ലഭിക്കുകയും ചെയ്തതിനാൽ വീണ്ടും ആ നടപടി ആവശ്യമില്ലെന്ന് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLAയുടെ ഓഫീസ് അറിയിച്ചു. പാലത്തിനു വേണ്ടി ബജറ്റിൽ തുക വകയിരുത്താത്തതിൽ മാള ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MA ജോജോ പ്രതിഷേധിച്ചു. TCV ന്യൂസ്, മാള. കോർപ്പറേഷൻ അവിശ്വാസ പ്രമേയത്തിൽ നിന്നും വിട്ടുനിന്ന വിഷയത്തിൽ BJPക്ക് കൃത്യമായ നിലപാടുണ്ടെന്നും CPM-ഉമായും കോൺഗ്രസുമായും സമദൂരം എന്നതാണ് BJPയുടെ നിലപാടെന്നും BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ പറഞ്ഞു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണപക്ഷത്തു നിന്നും ചില കൌൺസിലർമാരെ പണം നൽകി ചാക്കിട്ട് പിടിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്നും അതിൽ പരാജയപ്പെട്ടതിന്റെ ജാള്യത മറിക്കാനാണ് BJPക്കെതിരെ ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നതെന്നും BJP ജില്ലാ പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ പന്ന്യങ്കര ടോൾ പ്ലാസയിൽ അമിത ടോൾ നിരക്ക് ഈടാക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തി. സംഘർഷാവസ്ഥയെ തുടർന്ന് പോലീസ് ഇടപെട്ട് ചർച്ച നടത്തിയാണ് സർവീസ് പുനരാരംഭിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 10-ന് സ്വകാര്യ ബസ്സുകളിൽ നിന്ന് 50 ട്രിപ്പിന് 9,400 രൂപ നിരക്കിൽ ടോൾ ഈടാക്കാൻ അധികൃതർ ശ്രമിച്ചതോടെയാണ് സംഘർഷാവസ്ഥയുണ്ടായത്.
പാലേക്കര ടോളിലും വാളയാർ ടോളിലും ഈടാക്കുന്നതിനേക്കാൾ പല മടങ്ങ് വരുന്ന നിരക്കായതിനാൽ ബസ് ഉടമകൾ പ്രതിഷേധിച്ച് സർവീസ് നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് സംഘർഷാവസ്ഥയായതോടെ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തിയതിനെ തുടർന്ന് ഇന്ന് ടോൾ വാങ്ങാതെ ബസ്സുകൾ കടത്തിവിടാൻ ടോൾ അധികൃതർ തയ്യാറായതോടെ ബസ് സർവീസ് പുനരാരംഭിക്കുകയായിരുന്നു. അതേസമയം പുതിയ ടോൾ നിരക്കിനെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ അറിയിച്ച് നാളെ മുതൽ ടോൾ ഈടാക്കുമെന്ന നിലപാടിലാണ് ടോൾ പ്ലാസ അധികൃതർ. ഈ സാഹചര്യത്തിൽ പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ കടന്നുപോകുന്ന സ്വകാര്യ ബസ്സുകളെല്ലാം സർവീസ് നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് ബസ് ഉടമസ്ഥ സംഘടനകളിലെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി പോലീസ് നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം സർവീസ് നിർത്തിവെക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കി. ജലജീവൻ മിഷനിലൂടെ 2024-നകം തൃശൂർ ജില്ലയെ സമ്പൂർണ്ണ കുടിവെള്ള ജില്ലയാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ജില്ലാ കളക്ടർ ഹരിത വി കുമാർ. പദ്ധതിയുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിലൂടെ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കുടിവെള്ള സ്വാശ്രയത്വം ഉറപ്പുവരുത്തിയാണ് ഇത് യാഥാർത്ഥ്യമാക്കുകയെന്നും കളക്ടർ പറഞ്ഞു. ജലജീവൻ മിഷൻ പദ്ധതിയുടെ കീഴിൽ നടപ്പാക്കുന്ന കീ റിസോഴ്സ് സെന്റർ ലെവൽ 3 ജില്ലാതല ചതുർദിന പരിശീലന പരിപാടി തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ. തൃശൂർ പാസ്റ്റേഴ്സ് സെന്ററിൽ നടന്ന പരിപാടിയിൽ DBCLC ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷനായി. ജലജീവൻ മിഷൻ പ്രൊജക്ട് ഡയറക്ടർ VK ഗോവിന്ദകുമാർ, KRC കോർഡിനേറ്റർ റോജിൻ സെക്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. ഭാരതപ്പുഴയിലെ ചെറുതുരുത്തി ഷൊർണൂർ തടയണയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. ഷൊർണൂർ, ചെറുതുരുത്തി, ചേലക്കര, വടക്കാഞ്ചേരി മേഖലകളിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. വാഹനത്തിലെത്തിച്ച് കൊച്ചി പാലത്തിൽ നിന്ന് മൃതദേഹം പുഴയിലേക്ക് എറിഞ്ഞിരിക്കാനുള്ള സാധ്യതയും പരിശോധിക്കും. ഭാരതപ്പുഴ പരിസരത്ത് തമ്പടിക്കുന്ന നാടോടികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. എരുമപ്പെട്ടി മുട്ടിക്കൽ ചിറ പാലത്തിൽ അപകടങ്ങൾ പതിവാകുന്നു. ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ സ്ലാബ് തകർന്ന് പാലത്തിൽ കുരുങ്ങി. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കാർ പുഴയിലേക്ക് മറിയാതിരുന്നത്. ഒരു മാസത്തിനുള്ളിൽ 10-ലധികം വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പാലത്തിന്റെ കാലപ്പഴക്കവും വീതി കുറവുമാണ് അപകടത്തിന് പ്രധാന കാരണം. കൈവരി തകർന്ന പാലത്തിന്റെ സ്ലാബുകൾ വിണ്ടുകീറിയും തൂണുകൾ പൊട്ടി ബലക്ഷയം വന്ന നിലയിലുമാണ്. പുതിയ പാലം ഉടൻ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിത ബാർ കൌൺസിലിൽ പരാതി നൽകി. ദിലീപിന്റെ അഭിഭാഷകർ പ്രതിയുമായി ചേർന്ന് കേസ് അട്ടിമറിക്കുന്നു എന്നാണ് പരാതി. അഭിഭാഷകരായ B. രാമൻപിള്ള, T. ഫിലിപ്പ് വർഗീസ്, സുജേഷ് മേനോൻ അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി. സീനിയർ അഭിഭാഷകനായ രാമൻപിള്ള സാക്ഷികളെ നേരിട്ട് വിളിച്ച് സ്വാധീനിച്ചു. രാമൻപിള്ളയുടെ ഓഫീസിൽ വെച്ച് ദിലീപിന്റെ ഫോണിലെ തെളിവ് നശിപ്പിച്ചു. കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് ഈ നടപടികൾ ഉണ്ടായത്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ച അഭിഭാഷകർക്കെതിരെ അന്വേഷണം നടത്തി നടപടി വേണം. നിലവിൽ 20 സാക്ഷികൾ കൂറുമാറിയതിന് പിറകിൽ അഭിഭാഷക സംഘമുണ്ടെന്നും അതിജീവിത ബാർ കൌൺസിലിൽ നൽകിയ പരാതിയിൽ പറയും. കൊടുങ്ങല്ലൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള വാഹനം കത്തിനശിച്ചു. പണിക്കേഴ്സ് ആശുപത്രിക്ക് പടിഞ്ഞാറ് വശം ബൈപ്പാസിലെ സർവീസ് റോഡിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിക്കാണ് തീപിടിച്ചത്. DYSP സലീഷ് N. ശങ്കറിന്റെ നേതൃത്വത്തിൽ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. കർണാടക ഹൈക്കോടതി ഹിജാബ് നിരോധിച്ച നടപടി ശരിവച്ചതിൽ പ്രതിഷേധിച്ച വിമൻ ജസ്റ്റിസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് പന്തംകൊളുത്തി പ്രകടനം നടത്തി. വിമൻ ജസ്റ്റിസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുലേഖ അസീസ് ഉദ്ഘാടനം ചെയ്തു. സമീറ നാസർ, ആരിഫ ബാബു, നദീറ, ഉമൈറ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. BJP ജില്ലാ കമ്മിറ്റിയുടെ കേരയിൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഈ മാസം 18, 19 തീയതികളിൽ പദയാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 18-ന് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന പദയാത്ര മെട്രോമാൻ E. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നടക്കുന്ന പൊതുയോഗത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് സംസാരിക്കും. പദയാത്ര 19-ന് ഇരിങ്ങാലക്കുടയിൽ സമാപിക്കും. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്ത് നടക്കുന്ന സമാപന പൊതുയോഗം BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പദയാത്രയിൽ ഒരേ സമയം 5000-ലധികം പേർ പങ്കെടുക്കുമെന്ന് BJP ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, മീഡിയ ഇൻചാർജ് അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, ജസ്റ്റിൻ ജേക്കബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മക്കളുടെ കലാപഠനത്തിനായി ചെണ്ടയും കോലും തുള്ളൽ കോപ്പും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്വന്തമായി നിർമ്മിക്കുകയാണ് തിരുവല്ലാമല സ്വദേശി അച്യുതൻകുട്ടി. കലാമണ്ഡലം വിദ്യാർത്ഥിനിയായ മകൾ അഞ്ജുവിന്റെ തുള്ളൽ അരങ്ങേറ്റത്തിന് കോപ്പ് വാങ്ങാൻ ഒരുങ്ങിയപ്പോഴാണ് അതിന്റെ വിലയറിയുന്നത്. പിന്നീട് ഇവ സ്വന്തമായി ഉണ്ടാക്കണമെന്ന് അച്യുതൻകുട്ടിക്ക് തോന്നി.
മകൻ അർജുനന്റെ ചെണ്ടപ്പട്ടിത്തമാണ് ചെണ്ടയും കൂടി നിർമ്മിക്കാൻ ഒരുങ്ങിയതും. തുള്ളൽ കലാകാരൻ കലാമണ്ഡലം പരമേശ്വരനെ കണ്ട് കോപ്പ് നിർമ്മിക്കാനുള്ള അളവുകളും മനസ്സിലാക്കി. മുത്തുകളും കണ്ണാടികളുമെല്ലാം ശേഖരിച്ച ശേഷം കിരീടവും കോപ്പുകളും തീർത്തു. ആദ്യം തുടങ്ങിയത് കുട്ടികൾക്ക് വേണ്ടി അവർക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കാൻ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ സ്വന്തമായിട്ട് ശ്രമിച്ചു നോക്കിയതാണ്. ഉണ്ടാക്കി ആശാന്മാരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ട് ഒക്കെയാണ് ഓട്ടംതുള്ളലിൻ്റെ കലാമണ്ഡലം പരമേശ്വരൻ ആശാന്റെ കയ്യിൽ നിന്ന് സാമ്പിൾ വാങ്ങിക്കൊണ്ടാണ് അളവൊക്കെ എടുത്തതിന് ശേഷം. അച്യുതൻകുട്ടിയുടെ തുള്ളൽ കോപ്പുകൾ ഒട്ടേറെ വേദികൾ പിന്നിട്ടു. വലിയ രീതിയിലുള്ള യന്ത്രസഹായങ്ങൾ ഇല്ലാതെയാണ് ചെണ്ടക്കുറ്റികളും കോലും നിർമ്മിച്ചു തുടങ്ങിയത്. അതും യാതൊരുവിധ പരിശീലനവും ഇല്ലാതെ തന്നെ. ചെണ്ടയ്ക്ക് ശബ്ദ സ്വഭാവങ്ങൾ തീരുമാനിക്കുന്ന ചെണ്ടവലിക്കുള്ള സംവിധാനവും അച്യുതൻകുട്ടിയുടെ വീട്ടുമുറ്റത്ത് തന്നെ സ്വന്തമായി ഒരുക്കിയിട്ടുണ്ട്. അച്യുതൻകുട്ടി നിർമ്മിച്ച യന്ത്രത്തിൽ കൂടുതൽ ആളുകളുടെ സഹായവും വേണ്ട. വീടിനോട് ചേർന്ന് ഒരു പണിശാലയും അച്യുതൻകുട്ടിക്കുണ്ട്. 1.5 പതിറ്റാണ്ടിലേറെ നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ അച്യുതൻകുട്ടി പിന്നീട് ഓട്ടോ ഡ്രൈവറായും ജോലി ചെയ്തു. കർഷകൻ കൂടിയായ അച്യുതൻകുട്ടി ഇന്ന് കലാവസ്തുക്കളുടെ നിർമ്മാണ തിരക്കിലാണ്. TCV ചേലക്കര. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ എളനാട് സെന്ററിൽ പന്തംകുളത്തെ പ്രകടനം നടത്തി. ഹിജാബ് നിരോധിച്ച കർണാടക ഹൈക്കോടതി വിധിയിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. വിമൻ ജസ്റ്റിസ് മണ്ഡലം കോർഡിനേറ്റർ PA ഫാത്തിമ, പഞ്ചായത്ത് കമ്മിറ്റി കോർഡിനേറ്റർ A സബ്ന മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 2016 ഒക്ടോബർ മുതൽ മുടങ്ങിയ വാർദ്ധക്യകാല പെൻഷൻ അടിയന്തരമായി ലഭ്യമാക്കാൻ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. നെല്ലിക്കുന്ന് സ്വദേശി മൈക്കിളിന്റെ പെൻഷൻ നൽകാനുള്ള നടപടികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ സ്വീകരിച്ച ശേഷം തൃശൂർ നഗരസഭാ സെക്രട്ടറി കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം VK ബീനാകുമാരി ഉത്തരവിൽ പറയുന്നു. നഗരസഭാ സെക്രട്ടറിയിൽ നിന്നും കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങി. 2011 ഓഗസ്റ്റ് മുതൽ പരാതിക്കാരൻ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നുണ്ട്. എന്നാൽ 2016 ഒക്ടോബർ മുതൽ 2020 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ തുക കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല. പെൻഷൻ മുടങ്ങിയാൽ പുനഃസ്ഥാപിക്കണമെങ്കിൽ സർക്കാർ ഉത്തരവ് അനിവാര്യമാണ്. വരവൂർ പാലക്കൽ സെന്ററിൽ റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോയിൽ പിക്കപ്പ് വാൻ ഇടിച്ച അപകടം. ഗുഡ്സ് ഓട്ടോ താഴ്ചയിലേക്ക് മറിഞ്ഞു. വരവൂർ പാലക്കൽ സ്വദേശി കൃഷ്ണൻകുട്ടിയുടേതാണ് ഗുഡ്സ് ഓട്ടോ. ഓട്ടോയുടെ ചില്ല പൂർണ്ണമായും തകർന്നു. ഡ്രൈവർ വാഹനത്തിൽ ഇല്ലാതിരുന്നത് അപകടം ഒഴിവാക്കി. ധിക്കാരപരമായ നടപടികൾ ജനാധിപത്യ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന പെൺപിള്ളൈ ഒരുമൈ നേതാവ് G ഗോമതി. മതിലകം ബീച്ച് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കടയുടമകളുടെ പുനരധിവാസവും പഴയ റോഡ് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് മതിലകം ആക്ഷൻ കൌൺസിൽ സംഘടിപ്പിച്ച ബ്ലാക്ക് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മാർച്ചിൽ പങ്കെടുത്തു. മതിലകം പള്ളി വളവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. ബൾക്കീസ് ബാനു അധ്യക്ഷത വഹിച്ചു. ഷിബു വർഗീസ്, റഷീദ് മംഗലംപുള്ളി, വാസിർ, റഷീദ് റഹ്മാൻ, ക്ലീറ്റസ്, അബ്ദുൾ ഹൈ, PA കുട്ടപ്പൻ, ഹർഷാദ് എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിൽ യുവാക്കളെ കാണാനില്ലെന്ന് പരാതി. തെക്കങ്കര സ്വദേശികളായ കുണ്ടുവളപ്പിൽ മുഹമ്മദ് അസഹ്, പൂവത്തിങ്കൽ ജാബിർ എന്നിവരെയാണ് ഈ മാസം 14 മുതൽ കാണാതായത്. ബന്ധുക്കൾ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. വയോജനക്ഷേമ രംഗത്തെ മികച്ച മാതൃകയ്ക്കുള്ള 2021 സംസ്ഥാന വയോസേവന പുരസ്കാരം അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന്. വയോജന സൗഹാർദ്ദ ഗ്രാമപഞ്ചായത്ത് എന്ന ആശയത്തിൽ അധിഷ്ഠിതമായി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതിലൂടെയാണ് പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത്. പഞ്ചായത്തിലെ 17 വാർഡുകളിലായി വയോജന ക്ലബ്ബുകൾ ആരംഭിച്ചാണ് പഞ്ചായത്ത് വയോജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. കോവിഡ് സാഹചര്യം തളർത്തിയെങ്കിലും ക്ലബ്ബുകൾ വീണ്ടും സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ പറഞ്ഞു. വയോജനങ്ങൾ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. കടലിനക്കരെ വിസ്മയം തീർക്കാൻ ഡാവിഞ്ചി സുരേഷ്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഈ മാസം 16 മുതൽ 19 വരെ നടക്കുന്ന വേൾഡ് ആർട്ട് ദുബായ് രാജ്യാന്തര മേളയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ കൂട്ടത്തിൽ കൊടുങ്ങല്ലൂരിന്റെ സ്വന്തം കലാകാരൻ ഡാവിഞ്ചി സുരേഷും മാറ്റുരയ്ക്കും. വ്യത്യസ്തങ്ങളായ കലാസൃഷ്ടികളുടെ അവതരണത്തിന് വേദിയാകുന്ന ഈ മേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ചുരുക്കം ചില കലാകാരന്മാരിൽ ഒരാളാണ് ഡാവിഞ്ചി സുരേഷ്. സുരേഷിന്റെ 8 കലാസൃഷ്ടികളാണ് ഇത്തവണ വേൾഡ് ആർട്ട് ദുബായിയിൽ പ്രദർശിപ്പിക്കുന്നത്. ദുബായ് ആസ്ഥാനമായ startup.com ഇൻക്യുബേറ്ററിൽ ആർട്ട് റെസിഡൻസി ചെയ്യുന്ന ഡാവിഞ്ചി സുരേഷ് 4 മാസമായി ദുബായ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചു വരുന്നത്. 100 മീഡിയങ്ങൾ അടിസ്ഥാനമാക്കി കലാസൃഷ്ടികൾ ചെയ്യാനുള്ള ഡാവിഞ്ചി സുരേഷിന്റെ ഉദ്യമത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിരവധി രൂപങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
പ്രവാസിയും കൊടുങ്ങല്ലൂർ സ്വദേശിയുമായ മണപ്പാട്ട് അമീർ അഹമ്മദാണ് സുരേഷിന്റെ കഴിവുകളെ ലോകത്തിന്റെ മുന്നിലെത്തിക്കാൻ startup.com ഇൻക്യുബേറ്ററിന് സുരേഷിനെ പരിചയപ്പെടുത്തിയത്. ചിത്രരചനയിലും ഫോട്ടോഗ്രാഫിയിലെയും ശില്പനിർമ്മിതിയിലെയുമെല്ലാം നൂതന സങ്കേതങ്ങൾ പരിചയപ്പെടുത്തുന്ന ലോകോത്തര മേളയാണ് വേൾഡ് ആർട്ട് ദുബായ്. കോഫി പെയിന്റിംഗും ന്യൂഡിൽ ആർട്ടും ഫോട്ടോഗ്രാഫിയും റോബോ ആർട്ടും ഡിജിറ്റൽ ചിത്രവുമെല്ലാം കലയുടെ വേറിട്ട കാഴ്ചകൾ സമ്മാനിക്കും. 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 500-ലധികം പ്രദർശകരുടെ 4000-ൽ പരം സൃഷ്ടികളാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. വിദേശത്ത് നടക്കുന്ന തന്റെ ആദ്യ പ്രദർശനമാണ് startup.com വഴി സാധ്യമാകുന്നതെന്ന് സുരേഷ് പറഞ്ഞു. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു രാജ്യാന്തര ചിത്രകാരന്മാർക്കൊപ്പം പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ദുബായിലെ വ്യവസായിയും അതുപോലെ കൊടുങ്ങല്ലൂർക്കാരനും എൻ്റെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള മണപ്പാട്ട് അമീർ അഹമ്മദ് എന്ന അദ്ദേഹമാണ് എന്നെ startup.com ആർട്ട് ഇൻക്യുബേറ്ററിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. startup.com ആർട്ട് ഇൻക്യുബേറ്ററിൻ്റെ ആർട്ട് റെസിഡൻസി ചെയ്യുകയാണ് ഞാനിപ്പോൾ. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ദുബായിലേക്ക് വന്നിട്ടുള്ളത്. വലിയ ചിത്രങ്ങളും ചെറിയ ചിത്രങ്ങളുമായിട്ട് ദുബായിലെ കലാലോകത്ത് എൻ്റേതായ ഒരു കയ്യൊപ്പ് ചാർത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. TCV കൊടുങ്ങല്ലൂർ. പഠനത്തിലും ജീവിതത്തിലും A+കാരായി മാറണമെന്ന് ചലച്ചിത്ര താരം ജയരാജ് വാര്യർ. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വെങ്കടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പം, മികവ് തെളിയിച്ച പ്രതിഭകൾ ആദരിക്കലും നടന്നു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT അബ്ദുൾ മജീദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാരെ സംസ്ഥാന ബജറ്റിൽ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള വീൽ ചെയർ റൈറ്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു പോൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MV സുദർശൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി കവിത P കേശവൻ, ട്രഷറർ KK ശ്രീനാഥ്, KA സിജോ തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് പദ്ധതിയിൽ ഭിന്നശേഷിക്കാർക്ക് മുൻഗണന നൽകുക, കളക്ടറേറ്റിലെ ലിഫ്റ്റ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കളക്ടർക്ക് ഫെഡറേഷൻ പരാതി നൽകി. കടുത്ത വേനലിൽ പക്ഷികൾക്ക് ദാഹജലമൊരുക്കി വിയ്യൂരിലെ ജില്ലാ ജയിൽ ജീവനക്കാർ. പറവകൾക്കായി തണ്ണീർക്കുടം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങളുടെ ശിഖരങ്ങളിൽ മൺചട്ടികൾ സ്ഥാപിച്ചത്. ഇടവേള. പുതിയ പ്രീ പ്രൈമറി ക്ലാസ് മുറിയും ചിൽഡ്രൻസ് പാർക്കും എഴുമങ്ങാട് AUP സ്കൂളിന് സമർപ്പിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആറങ്ങോട്ടുകര മണ്ണൂർ തെക്കേതിൽ സോമസുന്ദരൻ നൽകിയ സാമ്പത്തിക സഹായം കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. തിരുമിറ്റക്കോട് പഞ്ചായത്ത് അംഗം ഗ്രീഷ്മ അനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ഇസ്മായിൽ സോമസുന്ദരനെ പൊന്നാടിയണിയിച്ച് ആദരിച്ചു. പ്രധാന അധ്യാപിക ഗീത, വടക്കാഞ്ചേരി ബ്ലോക്ക് അംഗം M മഞ്ജുള എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ അതിജീവനത്തിന്റെ പ്രതീകമായ ചേക്കുട്ടി പാവകളുടെ നിർമ്മാണവും പ്രദർശനവും നടന്നു. 2018 മഹാപ്രളയവും പിന്നീടുള്ള അതിജീവനത്തിന്റെ കേരള പ്രതീകവുമായി ചേക്കുട്ടി പാവകൾ മാറിയിരുന്നു. പഴയ തുണിക്കഷ്ണങ്ങൾ, നൂല്, സ്കെച്ച്, പേനകൾ തുടങ്ങിയവ ഉപയോഗിച്ചാണ് പാവകളെ നിർമ്മിച്ചത്. പ്രധാന അധ്യാപകൻ ജസ്റ്റി തോമസ്, മലയാളം അധ്യാപകരായ ജോവൽ V ജോസഫ്, ബിനി ജോസ്, ജ്യോതി ആന്റണി, ക്രിസ്റ്റി ജോൺസൺ എന്നിവർ പാവ നിർമ്മാണത്തിനും പ്രദർശനത്തിനും നേതൃത്വം നൽകി. മണ്ണൊരുക്കം എന്ന പേരിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വിത്തുത്സവം സംഘടിപ്പിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജൈവ വൈവിധ്യ വിളകളെ സംരക്ഷിക്കുക, കൃഷിയിലെ നാട്ടറിവുകൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാർഷിക പ്രദർശനം, വിപണനം, ജില്ലയിലെ വിവിധ ഭാഗത്തു നിന്നുള്ള കർഷകരുടെ സ്റ്റാളുകൾ, സെമിനാറുകൾ, കൃഷിപ്പാട്ടുകൾ എന്നിവ നടന്നു. ജൈവ വൈവിധ്യ ബോർഡ് പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ S യമുന ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു അധ്യക്ഷത വഹിച്ചു. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധി ആനുകൂല്യം കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്ന് AKTA പൊന്നാനി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് K ബാലൻ പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് PK മണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M രാമകൃഷ്ണൻ, സംഘടനാ ഏരിയ സെക്രട്ടറി MK അബ്ദു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. തോളൂർ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് കന്നുകുട്ടി പരിപാലന പദ്ധതി നടപ്പിലാക്കുന്നു. പഞ്ചായത്തിലെ 48 വനിതാ ക്ഷീര കർഷകർക്ക് 12,500 രൂപ വീതം സബ്സിഡി നൽകുന്നതാണ് പദ്ധതി. ഇതിനായി 6 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് KG പോൾസൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗം VK രഘുനാഥൻ, വെറ്റിനറി ഡോക്ടർമാരായ K വെസ്റ്റിൻ, ഷിബു കുമാർ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ P റിൻസി എന്നിവർ സംസാരിച്ചു.
അകാലത്തിൽ പൊലിഞ്ഞ മണപ്പുറത്തിന്റെ ഗായകനും സംഗീത സംവിധായകനും കീബോർഡ് ആർട്ടിസ്റ്റുമായ സതീഷ് ബാബുവിനെ പാട്ടിന്റെ പാലാഴി തീർത്ത് അനുസ്മരിച്ചു. മതിലകം പുന്നയ്ക്ക് ബസാറിൽ നടന്ന അനുസ്മരണ സമ്മേളനവും സംഗീത നിശയും ശ്രദ്ധേയമായി. സതീഷ് ബാബുവിന്റെ സ്മരണാർത്ഥം അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തിയ സംഗീത സ്റ്റാർ സിംഗർ മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെയോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത്. 5 പ്രതിഭകൾ മാറ്റുരച്ച അവസാന റൗണ്ടിൽ ഭവിൻ വിനോദ് ഒറ്റപ്പാലം 1ാം സ്ഥാനവും അഭിജിത്ത് തിരുവനന്തപുരം 2ാം സ്ഥാനവും TP ജിനിഷ കൊപ്പം 3ാം സ്ഥാനവും നേടി. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം നടത്തി. കണ്ണടച്ചാലുമെന്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ, കന്മത പൂവിടർന്ന കളിവിരുന്നൊരുക്കുന്ന കസ്തൂരിമാനല്ലോ നീ, കസ്തൂരിമാനല്ലോ നീ. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സതീശൻ ഓർഗൻ വായിക്കുന്ന ആൾ മാത്രമല്ല, സംഗീത സംവിധായകനാണ്, ഗായകനാണ്. അതിനുപരി തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ടുള്ള അച്ഛനോടൊപ്പമുള്ള സാഹിത്യ വാസനയും ആ കുടുംബത്തിൽ മുഴുവൻ ആളുകളും പാട്ടുകാരൊക്കെയാണ്. വലിയ സ്നേഹമുള്ള ബന്ധമുള്ള ആളുകളായിട്ട് ഞങ്ങളൊക്കെ പണ്ടേ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാൻ EG സുരേന്ദ്രൻ അധ്യക്ഷനായി. AV സതീഷ് ബാബു അനുസ്മരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ സമ്മാനദാനം നിർവഹിച്ചു. ചടങ്ങിൽ ഹരിതം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായ വിതരണവും നടത്തി. തുടർന്ന് സംഗീത നിശയും ഉണ്ടായിരുന്നു. TCV കയ്പമംഗലം. കാരുണ്യ ഡ്രൈവേഴ്സ് ഹെൽപ്പ് ലൈൻ സംസ്ഥാന നേതൃയോഗം മായന്നൂരിൽ നടന്നു. നേതൃയോഗം കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. K സുദേവൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ J.Gio മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. സബർമതി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒല്ലൂർ സെന്റ് വിൻസെന്റ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് സൗജന്യ ഡയാലിസിസ് നടത്തുന്നതിന് വേണ്ട ധനസഹായം നൽകി. ബാങ്ക് പ്രസിഡന്റ് TV ചന്ദ്രൻ ധനസഹായം ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സ്റ്റെഫിക്ക് കൈമാറി. തൃശൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർ TK പൊറിഞ്ചു, DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, ട്രസ്റ്റ് ചെയർമാൻ ജോസ് പറമ്പൻ, വൈസ് ചെയർമാൻ ശശി പോട്ടയിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തരംഗമുരളി VR ഗോപാലകൃഷ്ണന്റെ കാവ്യസമാഹാരം ഞായറാഴ്ച പുനഃപ്രകാശനം ചെയ്യും. വലപ്പാട് KC വാസു സ്മാരക ഹാളിൽ നടക്കുന്ന പുനഃപ്രകാശന ചടങ്ങ് മുൻ MLA പ്രൊഫസർ KU അരുണൻ ഉദ്ഘാടനം ചെയ്യും. വത്സൻ പൊക്കാഞ്ചേരി, K ദിനേശ് രാജ, രാജു വെന്നിക്കൽ, സുധി പൊക്കാഞ്ചേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിങ്ങാലക്കുടയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്ത സഹപാഠിക്ക് കുത്തേറ്റു. പ്രതികളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മുളങ്ങന്നത്തുകാവ് കോഞ്ചിറയിൽ വീട് കുത്തിത്തുറന്ന് 5 ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ കവർന്നു. കയ്പമംഗലം കൊപ്രാക്കളത്ത് പ്രവാസിയുടെ അടച്ചിട്ട വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന മോഷണ ശ്രമം. തൃശൂർ IMA ബ്ലഡ് ബാങ്കിൽ ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന സത്യഗ്രഹ സമരം തുടരുന്നു. സമരം ഒത്തുതീർപ്പാക്കാൻ ജീവനക്കാരുമായി നാളെ വീണ്ടും ചർച്ച. ഭൂമിയിലെ ദേവസംഗമം എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം ഇന്ന്. ദേവമേളയ്ക്കായി 23 ദേവീദേവന്മാർ ആറാട്ടുപുഴയിലെത്തും. ഗുരുവായൂർ ക്ഷേത്ര മേൽശാന്തിയായി പാലക്കാട് കൂനത്തറ തീയന്നൂർ മനയിൽ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. 37-കാരനായ ഇദ്ദേഹം ആദ്യമായാണ് ഗുരുവായൂരിൽ മേൽശാന്തിയാകുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത